ഈ മൂലിക്ക് നോക്ക്, നമ്മുടെ എല്ലാ മാങ്ങകളും പൂക്കളൊക്കെ മാറി മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ പൂ പോലും കൊഴിഞ്ഞ് താഴ്ത്തി വീണ് പോയിട്ടില്ല. മഴയൊന്നും പെയ്യാത്ത കാരണം എല്ലാം മാങ്ങയും പിടിച്ചിട്ടുണ്ട്. പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാണ്ട് എല്ലാ പൂക്കളും മാങ്ങയായിട്ട് വരാനുള്ള ഒരു ഓർഗാനിക് വളമാണ് ഞാൻ പറയണത്. ഇത് നമ്മുടെ വീട്ടിലെ ചാരാണ്, വെണ്ണീർ വിറകൊക്കെ കത്തിച്ച് ചാരാണ്. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി നമ്മുടെ മാവിന് കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം പൊട്ടാഷ് കണ്ടന്റ് ഉള്ള വളമാണ്. അത് കാരണം ഒറ്റ മാമ്പൂക്കളും കൊഴിഞ്ഞു പോവില്ല. ഇതൊന്ന് 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ മാവിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കെട്ടി നിർത്തരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാവിൽ പൂക്കൾ കൊഴിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് മണ്ണ് കൂട്ടിയിട്ട് കട നനച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് പൂക്കൾ നിറഞ്ഞുണ്ടായി ആ പൂക്കൾ കൊഴിയാണ്ടിരിക്കുള്ളൂ, മാങ്ങയായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബോറോണിൻ്റെ കുറവുണ്ടെങ്കിലും മാവിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെള്ളം നനവ് കുറച്ചാൽ തന്നെ നമ്മുടെ മാവിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. പൂക്കൾ വിരിയണത് മുഴുവൻ മാങ്ങയായിട്ട് കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ബോറോണിൻ്റെ വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൂക്കൾ കൊഴിയാണ്ടിരിക്കും. പിന്നെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചേർത്തുള്ളത് നമ്മുടെ പൊട്ടാഷ് അടങ്ങിയ വളം ഉണ്ടല്ലോ, ചാരം. അത് വളരെ നല്ലൊരു വളമാണ് മാങ്ങകൾ നിറഞ്ഞുണ്ടാവാൻ. പിന്നെ അതുപോലെ ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു വളം ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യേണ്ടത് നല്ലതാണ്. നമ്മുടെ മാവിൻ്റെ പൂക്കൾ ഉണ്ടാവുന്ന സമയത്താണ് പൂക്കളിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുക. അപ്പോൾ ഫിറമോൺ കെണി കെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ മാങ്ങകളും പഴുക്കുമ്പോൾ പുഴുശല്യം ഉണ്ടാവില്ല. അത് നമ്മുടെ വളക്കടയിൽ നിന്നൊക്കെ കിട്ടും ഫിറമോൺ കെണി. അത് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രാണീച്ചി അതിൽ കെടുക്കും. അപ്പം മാങ്ങ പൂവുണ്ടാവുമ്പോൾ തന്നെ നമ്മളത് കെട്ടണം. അപ്പം നല്ല ഒറ്റ മാങ്ങ പോലും പുഴുശല്യം ഇല്ലാണ്ട് എല്ലാ മാങ്ങകളും നല്ല മാങ്ങയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നൈട്രജൻ ചേർന്ന വളങ്ങൾ കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇലകളാണ് നിറച്ചുണ്ടാവുക. പൊട്ടാഷ് ചേർന്ന വളം, അതായത് ചാരം, അതൊക്കെ കൊടുക്കണം. പഴത്തൊലിയുടെ വെള്ളമൊക്കെ കൊടുത്താലാണ് മാവുമ്മ പൂക്കൾ നിറഞ്ഞ് ഉണ്ടായി നമുക്ക് നിറഞ്ഞ് മാങ്ങ കിട്ടാം. 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ബോറോൺ അടങ്ങിയ വളം നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവില്ല. എല്ലാ പൂക്കളും നമുക്ക് മാങ്ങയായിട്ട് കിട്ടും.